ഒരിക്കൽ മദർ തെരേസ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടാത്തത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നുവെങ്കിൽ അത് ദാനമല്ല. എന്താണ്? നമ്മൾ വില കൽപ്പിക്കാത്ത കാര്യം, നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതും ഒക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതല്ല ഗിഫ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ വില കൽപ്പിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്നതിൻ്റെ പേരാണ് ദാനം എന്ന്. അതുകൊണ്ട് ദാനം ചെയ്യുന്നവൻ വളരെ സന്തോഷത്തോടെ ചെയ്യണമെന്നാണ് ദൈവവചനം പറയുന്നത്. അത് വിലയേറിയ പലതും നമ്മൾ ചിലവാക്കേണ്ടി വരും. അത് യേശുക്രിസ്തുവിൽ നമുക്ക് കാണാം. ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ ദാനം വില കുറഞ്ഞതല്ല, ഏറ്റവും മൂല്യമുള്ളതാണ്. യേശുക്രിസ്തു മുഖാന്തിരം നമുക്ക് ലഭിച്ച ദാനം പരിശുദ്ധാത്മാവ്, ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. യേശുവിനെ ലഭിച്ചവർ, പരിശുദ്ധാത്മാവിനെ ലഭിച്ചവർ ദൈവത്തിൻ്റെ ദാനം, വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയൊക്കെ ആസ്വദിച്ചവരാണ്. അങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇതുപോലൊരു ആത്മാർത്ഥത വേണമെന്ന് കർത്താവ് നമ്മെ വാക്കും ഭാഷണവുമില്ലാതെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ്? ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ അവർക്കും ചെയ്യണം. അതാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ഏറ്റവും നല്ലത്. യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് ഒരാൾ പോയപ്പോൾ അവൻ കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടു. കള്ളന്മാർ അവനെ അടിച്ച് മുറിവേൽപ്പിച്ച് അർദ്ധപ്രാണനായി വിട്ടേച്ചു പോയി. അവൻ്റെ സ്വത്ത് മുഴുവൻ എടുത്തുകൊണ്ടുപോയി. പുരോഹിതനാ വഴി വന്നു, മാറിപ്പോയി. ലേവ്യനാ വഴി വന്നു, മാറിപ്പോയി. രണ്ടുപേരും പുരോഹിത കുടുംബമാണ്, രണ്ടുപേരും പള്ളിയിലെ പ്രധാന ആൾക്കാരാണ്, രണ്ടുപേർക്കും പള്ളിയിലെ വലിയ തിരക്കുള്ളവരാണ്. അതുകൊണ്ടാണ് രണ്ടു വഴിക്ക് മാറിപ്പോകേണ്ടി വന്നത്. കാരണം ഇവന് വേണ്ടി സമയം ചെലവഴിച്ചാൽ ഇവരുടെ പല ശുശ്രൂഷകളും മുടങ്ങും. ഓരോ കാര്യങ്ങൾ, ചിലപ്പോൾ നിലവിളക്ക് മാറ്റിവെക്കേണ്ട ആളായിരിക്കും, കാഴ്ചയപ്പത്തിൻ്റെ മേശ ക്ലിയറാക്കേണ്ട ആളായിരിക്കും, യാഗത്തിൽ പങ്കാളിയാകേണ്ട ആളായിരിക്കും, ജനസമൂഹത്തിൽ വലിയ വേഷങ്ങൾ ധരിച്ച് നിൽക്കേണ്ടവരാണിവർ. അപ്പോൾ ഇവരുടെ പദവി, ഇവരുടെ സാഹചര്യങ്ങളും ഇവരുടെ അവസരങ്ങളെല്ലാം ത്യജിച്ചുകൊണ്ട് മറ്റൊന്നും ചെയ്യാൻ അവർക്ക് കഴിയാതെ പോകുന്നു. എന്നാൽ ഒരു ശമരിയക്കാരനെ കുറിച്ച് യേശു പറയുകയാണ്. അവൻ്റെ ജീവിതത്തിൽ അവൻ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്. അവൻ ഈ കാഴ്ച കണ്ടു. മുറിവേറ്റ് അർദ്ധപ്രാണനായി ചോര വാർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. അർദ്ധപ്രാണനായി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ അവൻ മരിക്കും. എന്നാൽ ആ അന്യരാജ്യക്കാരൻ ഓടി വന്ന് അവൻ്റെ വാഹന മൃഗത്തിൽ നിന്ന് ഇറങ്ങി ഇവനെ എണ്ണയും വീഞ്ഞുമൊക്കെ പകർന്നവൻ്റെ മുറിവുകളെയെല്ലാം കെട്ടി ഇവൻ്റെ വാഹന മൃഗത്തിൽ കയറ്റി അവൻ കാൽനടയായി നടന്നു. തൊട്ടടുത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു സത്രത്തിൽ കൊണ്ടുപോയി ശുശ്രൂഷക്കാരെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ പോവുകയാണ്, എന്നാൽ ഇവന് വേണ്ടി ഞാൻ ഇനിയും തിരിച്ചു വരും. അധികം വല്ലതും നിങ്ങൾ ഇവന് വേണ്ടി ചെലവ് ചെയ്താൽ, ഇവൻ്റെ ഭക്ഷണത്തിനോ ഇവൻ്റെ മരുന്നിന് വേണ്ടിയോ ഇവൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എന്തെങ്കിലും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തരാമെന്ന്. അതാണ് നമ്മൾ കാണുന്ന നല്ല ശമരിയക്കാരൻ്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്ന ഒരു ചരിത്രം. അത് ഏറ്റവും നല്ല ഒരു ചരിത്രമാക്കി, ഒരു കാര്യമാക്കി യേശു പഠിപ്പിച്ചിട്ട്, നിന്റെ അയൽക്കാരൻ ആരാണ് നല്ല സ്നേഹിതൻ എന്ന ചോദ്യത്തിനെല്ലാം മറുപടി ഇത് പറഞ്ഞിട്ട് നിങ്ങളും പോയി ഇങ്ങനെ ചെയ്യുവിനെന്ന്. മഹാപുരോഹിതനെ പോലെയോ ലേവ്യനെ പോലെയോ പുരോഹിത വർഗത്തെ പോലെയോ വാ കൊണ്ടുള്ള പരിപാടി നിർത്തി നിങ്ങൾ പ്രവൃത്തി കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. ഏറ്റവും നല്ല ദാനങ്ങൾ മനുഷ്യർക്ക് കൊടുത്ത്
ഏറ്റവും വലിയ ശുശ്രൂഷകൾ മനുഷ്യർക്ക് കൊടുത്ത് ദൈവത്തിന് വലിയ പ്രസാദമുള്ള വ്യക്തികളായിട്ട് നമ്മൾ മാറണമെന്ന്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 26 മുതൽ വായിക്കുമ്പോൾ, അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജന വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. അവൻ പുറപ്പെട്ടു. എവിടെയാണ്? ഫിലിപ്പോസ് ഇപ്പോൾ ശമരിയയിലെ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ജീവിക്കുന്ന ഒരാളാണ്. അവൻ്റെ സാഹചര്യങ്ങളെല്ലാം മാറി. ഞാൻ ഭാവന കാണുകയാണ്. അവൻ്റെ ഭാര്യ, 4 പെൺമക്കൾ, അവർക്ക് പാർക്കാനുള്ള വീട്, അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം എല്ലാം അവിടെയായി. അനുഭവിച്ച കഷ്ടപ്പാടിൽ നിന്നെല്ലാം അവർ ഫ്രീ ആയി. അങ്ങനെ നന്നായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവൻ്റെ അടുക്കൽ ഇറങ്ങി വന്നു. നീ അടുത്ത ചുവടുകൾ വയ്ക്കുക, കാൽനടയായി മുന്നോട്ട് പോവുക, അടുത്ത വഴിയിലേക്ക് തിരിയുക. അതായത് ബൈബിളിൽ ഫിലിപ്പോസിനെയാണ് സുവിശേഷകൻ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോസ്തലന്മാരുണ്ട്, വലിയ പ്രീച്ചേഴ്സുണ്ട്, നല്ല ടീച്ചേഴ്സുണ്ട്, എല്ലാവരും ഉണ്ട്. എന്നാൽ ഫിലിപ്പോസ് ഒരു സുവിശേഷകനാണ്. യേശു ഒരു സുവിശേഷകനായിരുന്നു. യേശുവിനെ പിടിച്ചു നിർത്താൻ ആർക്കും കഴിഞ്ഞില്ല. പത്രോസും യോഹന്നാനും എല്ലാം പിടിച്ചു നിർത്താൻ നോക്കി. കർത്താവേ, നമുക്ക് ഇവിടെ ഇരുന്നാൽ മതിയില്ലേ? പോരാ. അനേക പട്ടണങ്ങളിൽ നമ്മൾ സഞ്ചരിച്ച് പൂർത്തിയാക്കാനുണ്ട്, അനേകടങ്ങളിൽ പോകാനുണ്ട്. സുവിശേഷകന് അടങ്ങിയിരിക്കാൻ പറ്റില്ലെന്ന് ഞാനത് വി.എ. തമ്പി എന്ന ദൈവദാസനിൽ കണ്ടിട്ടുണ്ട്, എം.എ. വർഗീസ് എന്ന ദൈവദാസനിൽ കണ്ടിട്ടുണ്ട്, പി.ജി. വർഗീസ് എന്ന ദൈവദാസനിൽ കണ്ടിട്ടുണ്ട്. ഈ 3 പേരും അപ്പോസ്തലന്മാരാണ്. വി.എ. തമ്പിച്ചാൻ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. മറ്റ് 2 പേര് ഇന്ന് ജീവനോടെയുണ്ട്. അടക്കി വെക്കാൻ കഴിയില്ല. 2 പേരുടെ ഭവനങ്ങളിൽ മക്കൾ പറഞ്ഞു, ഇനി യാത്ര ചെയ്യരുത്. പ്രത്യേകിച്ച് എം.എ. വർഗീസ് പാസ്റ്ററോട് പറഞ്ഞു, ആരോഗ്യ പ്രശ്നങ്ങൾ ആവശ്യം പോലെയുണ്ട്, ഇനി എങ്ങും പോകരുത്. എവിടെ? ആരുടെയും വാക്ക് കേൾക്കില്ല. കൂടെ ആരെയും കൊണ്ടുപോകാറുമില്ല. കാരണം കൂടെ ഒരാളെ കൊണ്ടുപോകാനുള്ള സാമ്പത്തികം അതാ വിളിക്കുന്ന സഭയ്ക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ് ഓരോ നാട്ടിലേക്ക് വിളിക്കുമ്പോൾ. കാരണം എം.എ. വർഗീസ് പാസ്റ്ററിന് ഒരു വിമാന ടിക്കറ്റ് എടുക്കുമ്പോൾ ആ സഭയ്ക്ക് സന്തോഷമാണ്. എന്നാൽ ഒരാൾക്കും കൂടി എടുക്കുക എന്ന് പറയുന്ന ആ സഭയെ താങ്ങുന്ന കാര്യമായിരിക്കില്ല. അവരുടെ ഭക്ഷണം, അവർക്കുള്ള സെപ്പറേറ്റ് താമസ സൗകര്യം. അപ്പോൾ ഒരു സുവിശേഷകൻ ത്യാഗപരമായിട്ട് യാത്ര ചെയ്യേണ്ടി വരും. ഇതാണ് എം.എ. വർഗീസ് പാസ്റ്റർ എന്നോട് പറഞ്ഞ മറുപടി. അദ്ദേഹം ഒരു സഭയുടെ പാസ്റ്ററാണ്, ഒരു അപ്പോസ്തലനാണ്, ഒരു നല്ല പ്രോഫറ്റാണ്, നല്ലൊരു ടീച്ചറാണ്. എന്നാൽ അദ്ദേഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നുണ്ട്, ഒരു സുവിശേഷകൻ. ബെഥേലേജി ചർച്ചിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഒരു ആലീസ് ആൻറ്റി ഉണ്ടായിരുന്നു, വൈക്കംകാരി. വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് ഒരു ഗുണ്ടയായിരുന്നു. ഒത്തിരി ഗുണ്ടാ സംഘത്തിൻ്റെ ലീഡറായിരുന്നു. എന്നാൽ ചർച്ചിൽ വന്ന് രക്ഷിക്കപ്പെട്ടു, സുവിശേഷകയായി മാറി. 1000-ലധികം പേരെ ബെഥേലേജി ചർച്ചിലേക്ക് കൊണ്ടുവന്ന ഒരു സഹോദരി. എത്രയോ പേരെ രക്ഷിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ നമ്മുടെ കൂട്ടായ്മയിൽ ആരംഭകാലത്ത് വന്നിട്ടുണ്ട്. ക്യാൻസർ ബാധ്യതയായി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് 1000 യേശുവിലേക്ക് നയിച്ച സഹോദരി. എം.എ. വർഗീസ് പാസ്റ്ററിന്റെ ശുശ്രൂഷയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന സ്ത്രീ രത്നങ്ങളിലൊന്നാണ്. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെന്നേ. സുവിശേഷം പാസ്റ്റർ ഇന്നും അടങ്ങിയിരിക്കുന്നില്ല. ആ സഭയിൽ അനേക സുവിശേഷകരുണ്ട്. പേരോ പെരുമയോ ഒന്നും ആഗ്രഹമില്ലാതെ ഗ്രാമം പോയി യേശുവിനെ പറയുന്ന ആൾക്കാരെ എനിക്കറിയാം. അവർ TV-യിൽ വരാറില്ല, യൂട്യൂബിൽ വരാറില്ല. അവർ കാൽനടയായി യാത്ര ചെയ്യുന്നവരാണ്. അവരിൽ തന്നെ ശക്തരാണ്. അവരുടെ ആ വലിയ ദൗത്യത്തിൽ നിന്ന് അവരെ മാറ്റാൻ ആർക്കും കഴിയില്ല. ദൈവത്തിന് വിളിയുടെ ആ ശ്രേഷ്ഠമായ അനുഭവത്തിൽ പോകുന്നവരാണ്.
കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ അയ്യോ എനിക്ക് കഷ്ടം. സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലാതെ എവിടെ പോയാലും യേശുവിനെ പറയുന്ന ഒരു കൂട്ടം ജനം. റീനാഡ് ബോംഗെ എന്ന ദൈവദാസൻ ചെറുപ്പം യൗവനക്കാരനായിരിക്കുന്ന കാലത്ത് ബൈബിൾ കോളേജ് പഠനം കഴിഞ്ഞ് ജർമ്മനിയിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് പോയി. ഭാഷയുടെ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, സംസ്കാരത്തിൻ്റെ പ്രശ്നം, ഇതൊന്നും പറഞ്ഞൊതുങ്ങിയില്ല. വഴിയിൽ നിന്നുകൊണ്ട് പാട്ടുപാടി, ഒരു അക്കോർഡിയൻ വായിച്ചുകൊണ്ട് പാട്ടുപാടി, അന്ധനെ പോലെ അഭിനയിച്ച് പാട്ടുപാടിയപ്പോൾ കൂടുതൽ ആൾക്കാർ വന്നു. അയ്യോ എന്തായാലും കൊടുത്തേക്കാം, അടുത്ത് വരുമ്പോൾ സുവിശേഷം പറയും. അങ്ങനെ തുടങ്ങിയ ഒരു ചെറിയ പ്രാർത്ഥന അതൊരു വലിയ കൂട്ടമായി പിന്നത്തേതിൽ മാറി. ഓരോ കൂട്ടങ്ങളെയും കൂട്ടിയിട്ട് വലിയ ദൈവദാസന്മാരെ ക്ഷണിച്ചു. ഒരിക്കൽ ക്ഷണിക്കപ്പെട്ട പ്രസിദ്ധനായ ഒരു ദൈവദാസൻ വന്നില്ല. റീനാഡ് ബോംഗെ കരഞ്ഞു, കർത്താവെ ഞാൻ എന്ത് ചെയ്യും? ഇന്ന് നീയാണ് പ്രസംഗിക്കുന്നത്. കർത്താവ് തൻ്റെ ജീവിതത്തെ ഷിഫ്റ്റ് ചെയ്ത ഒരു ദിവസമായിരുന്നു. അന്ന് കയറി നിന്നപ്പോൾ കുരുട്ട് കണ്ണുകൾ തുറന്നു, മുടന്തന്മാർ എഴുന്നേറ്റു, തളർവാദ രോഗികൾ സൗഖ്യമായി വീട്ടിൽ പോയി. അന്ന് മുതൽ തൻ്റെ അവസാനം വരെ അതിശക്തമായ ഒരു മൂവ് പരിശുദ്ധാത്മാവ് തന്നിലൂടെ കൊണ്ടുപോയി. സീഫാൻ, ക്രൈസ്റ്റ് ഫോർ ഓൾ നേഷൻസ്, ലോക രാജ്യങ്ങൾക്ക് ക്രിസ്തുവിനെ കൊടുക്കുന്ന ഒരു മൂവ്മെന്റ് തന്നെ താൻ ഉണ്ടാക്കി. തൻ്റെ അടുത്ത പിൻഗാമിയായി മോശയുടെ യോശുവ പോലെ, ഏലിയാവിൻ്റെ ഏലീശ പോലെ, ഡാനിയൽ കൊലാൻഡ എന്ന ദൈവദാസന്റെ കയ്യിലേക്ക് വന്നപ്പോൾ അതിനേക്കാൾ ശക്തമായി സീഫാൻ മുന്നോട്ട് പോകുന്നു. എത്ര ഭയങ്കരമാണ്! സുവിശേഷത്തെ അറിയിക്കുക. അവരുടെ ബൈബിൾ കോളേജ്, അവരുടെ പ്രവർത്തനങ്ങൾ ആയിരങ്ങളെ സുവിശേഷ തൽപരരാക്കി മാറ്റുന്നു. ഒന്നും കാണാതെ, ഒറ്റയ്ക്ക്, ഒരു സപ്പോർട്ടും ഇല്ലാതെ തുടങ്ങി. എന്നാൽ ലോക രാജ്യങ്ങളെ തൊടുന്ന ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ജനങ്ങളെ യേശുവിലേക്ക് തിരിച്ച ഒരു മൂവാക്കി അതിനെ കർത്താവ് വളർത്തി. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, ഒരാനയെ തിന്നണമെങ്കിലും ഒരു കടിയിൽ ആരംഭിക്കണം. ഇതാ ഫിലിപ്പോസിനെ കർത്താവിൻ്റെ ദൂതൻ വിളിച്ചിട്ട് പറഞ്ഞു, ഫിലിപ്പോസിനോട് നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകാം. പണമുണ്ടോ, വണ്ടിയുണ്ടോ, സൗകര്യമുണ്ടോ, പോകുന്ന വഴിയിൽ ടാറ് ചെയ്തതാണോ, പിന്നെ അവിടെ ചെന്ന പാർക്കാൻ വീടുണ്ടോ, അവിടെ പിള്ളേരെ പഠിപ്പിക്കാൻ മാർഗമുണ്ടോ, ഇതൊന്നും ആലോചിക്കുന്നവരല്ലായിരുന്നു അന്നുള്ളവർ. പോകാൻ പറഞ്ഞാൽ അവർ പോകും. അവിടെ 27-ാം വാക്യം, അവൻ പുറപ്പെട്ട് ചെന്നപ്പോൾ കന്ദക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു എത്യോപ്യനെ കണ്ടു. അവൻ യെരുശലേമിൽ നമസ്കരിക്കാൻ വന്നിട്ട് മടങ്ങിപ്പോകുകയാൽ തേരിലിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. അപ്പോൾ ഒരു മന്ത്രി തേരിലിരുന്ന് ബൈബിൾ വായിക്കുന്നു, മനസ്സിലാകുന്നില്ല. വായിക്കുമ്പോൾ എൻ്റെ ദൈവമേ ഇതെങ്ങനെ മനസ്സിലാക്കും എന്നിങ്ങനെ ഉള്ളിൽ ചിന്തിച്ചേ ഉള്ളൂ. ഉടനെ ഒരു ദൂതനെ ഫിലിപ്പോസിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ്. എല്ലാ സൗകര്യങ്ങളിൽ നിന്ന് ഇറങ്ങി കാൽനടയായിട്ട് ഒരുവൻ നടക്കുകയാണ്. പ്രശംസയുടെ, മാന്യതയുടെ കൊടുമുടിയിൽ നിന്ന് താഴോട്ടുള്ള പടിക്കെട്ടുകൾ ചാടി ഇറങ്ങാൻ ഫിലിപ്പോസിന് യാതൊരു ഭാരവുമില്ല, യാതൊരു തടസ്സവുമില്ല. ദൈവം കൊടുത്ത ഉയർച്ചകളെ ഒരു ദിവസം വേണ്ടെന്ന് വെക്കാനും തനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. താൻ അവിടുന്ന് പോവുകയാണ്. എനിക്ക് തോന്നുന്നു യെരുശലേമിലെ സഭ അവിടെ ആരോ ശുശ്രൂഷകരെ എല്ലാം ആക്കി താൻ അവിടുന്ന് പോയി. കാൽനടയായിട്ട്, തോൾ സഞ്ചിയുമായി കാൽനടയായിട്ട് താൻ അവിടുന്ന് യാത്ര ചെയ്തു. ഇതാ അടുത്ത ലെവലിലേക്ക് തന്നെ ദൈവം നയിക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. സുവിശേഷം സാധ്യതകളെ ഉണ്ടാക്കും. സുവിശേഷം മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിക്ക് ദൂതന്മാരുടെ എൻകൗണ്ടർ ഉണ്ടാകും.
സുവിശേഷം അറിയിക്കുന്നവർക്ക് ഉയരങ്ങളിൽ നിന്ന് താഴോട്ടിറങ്ങാനും താഴെ നിന്ന് ഉയരങ്ങളിലേക്ക് കയറാനും ഒരു കഴുകനെ പോലെ ശക്തിയുണ്ട്. കഴുകൻ എങ്ങനെയാണ്? മുകളിലോട്ട് കുത്തനെ ഉയരുന്നത് പോലെ തന്നെ മുകളിൽ നിന്ന് വളരെ വേഗത്തിൽ അസ്ത്രം കണക്കെ കടലിൽ കിടക്കുന്നൊരു മീനിനെ പോയി പിടിക്കാനും അതിവേഗതയാണ്. ഇതാണ് സുവിശേഷത്തിൻ്റെ ശക്തി. എത്ര ഉയരങ്ങളിൽ നിന്ന് താഴോട്ടിറങ്ങാനും മടിയില്ല, എത്ര താഴെ നിന്ന് ഉയരങ്ങളിലേക്ക് കയറാനും തടസ്സങ്ങളില്ല. ഉയർച്ചകളും താഴ്ചകളും ഒരു കഴുകനൊരു സാധാരണ സംഭവമാണ്. അവൻ വളരെ ഉയരത്തിൽ കയറും, അതുപോലെ തന്നെ അവൻ വളരെ താഴ്ചയിലേക്കും പോകും. ഉയർച്ച താഴ്ചകളെ വെല്ലുവിളിക്കുന്ന ഒരു ജീവിയാണ് കഴുകൻ. ഉയർച്ച താഴ്ചകളെ വെല്ലുവിളിക്കണം. ഉയർച്ചകൾ വന്നു, പെട്ടെന്ന് ഒരു ദിവസം താഴ്ച വന്നു, കുഴപ്പമില്ല. ഉടനെ ഒരു ഉയർച്ച വന്നു, അഹങ്കാരമില്ല. വീണ്ടും ഒരു താഴ്ച വന്നു, വീണ്ടും ഒരു ഉയർച്ച വന്നു. അവിടെ ഏറ്റക്കുറച്ചിലുകളില്ല. എത്ര താഴ്ച വന്നാലും ഇനി ഒരു ഉയർച്ചയുണ്ടെന്നും എത്ര ഉയർച്ച വന്നാലും താഴ്ച വരാൻ സാധ്യതയുണ്ടെന്നും കഴുകനറിയാം. എത്ര ഉയരത്തിൽ കൂടുവെച്ചാലും കഴുകനെ ഇര തേടി താഴെ വരേണ്ടി വരും. ജീവിക്കണമെങ്കിൽ താഴെ വരണം. താഴ്മയുള്ളവർക്ക് ജീവിതം എളുപ്പമാണ്. അങ്ങനെയുള്ളവർക്ക് വീണ്ടും ഉയരങ്ങളിലേക്ക് ചിറകടിച്ച് കയറാൻ കഴിയും. ഇത് കേൾക്കുന്ന ആരൊക്കെയോ ഇന്ന് പകലിൽ ഈ വചനത്തിൽ ബലപ്പെടുന്നുണ്ട്. കർത്താവിൽ ആശ്രയിക്കാം, ശക്തിപ്പെടാം. ഫിലിപ്പോസ് ഉയരങ്ങളിലേക്ക് കുതിച്ചു കയറുന്ന ഒരു കഴുകനായിരുന്നു. അതുപോലെ ഫിലിപ്പോസ് ഏറ്റവും താഴ്ചയിലേക്ക് നിയോഗത്തിൽ കുതിച്ചു താഴുന്ന ഒരു വ്യക്തിയായിരുന്നു. അതാണ് സുവിശേഷകൻ. ഈ ദിവസങ്ങളിൽ നിന്റെ വിളി അതാണ്. ഉയർച്ചകളും താഴ്ചകളും. അവിടെയെല്ലാം കർത്താവിൽ ബലപ്പെടാൻ യേശു പുതിയ കൃപയും ബലവും തരട്ടെ. പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ ഇന്ന് ഈ വചനങ്ങൾ കേട്ട ഓരോ വ്യക്തികളുടെയും ജീവിതം ഒരു കഴുകന്റെ കുതിപ്പ് പോലെ മുകളിലേക്കും മുകളിൽ നിന്ന് താഴോട്ടും ഒരു കുതിപ്പ് പോലെ ഏറ്റക്കുറച്ചിലുകൾ ബാലൻസ് ചെയ്യാനുള്ള ശേഷി എന്നെ കേൾക്കുന്ന സുവിശേഷ കഴുകന്മാർക്കുണ്ടാകട്ടെ. കണക്കുകൂട്ടി അങ്ങനെയായാൽ ഇങ്ങനെയാണല്ലോ, അത് അങ്ങനെ പറ്റില്ല, ഇങ്ങനെ ചിന്തിക്കാതെ ദൈവശബ്ദത്തിന് ഉടനെ ചുവട് വെക്കുന്ന കഴുകന്മാരായി ഓരോ വ്യക്തികളെ അങ്ങ് ശക്തീകരിക്കണം. ഇവർ സൗഖ്യമാകട്ടെ, വീടിൻ്റെ അവസ്ഥകൾ മാറട്ടെ, എല്ലാ പ്രതികൂലങ്ങളെ അതിജീവിക്കട്ടെ, എല്ലാവർക്കും ഒരു റോൾ മോഡലാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. വിശ്വസിക്കാം, കർത്താവിൽ ബലപ്പെടാം. നമുക്ക് ഒരുമിച്ച് കർത്താവിൽ സന്തോഷിക്കാം. നാളെയും നമുക്ക് ജീസസ് എവരിഡേ തുടരുന്നതാണ്. നമുക്ക് ഈ ആലോചനകൾ തരുന്ന യേശുവിനെ ചേർന്ന് പാടി നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. കരുണാമയനേ, കരുണാമയനേ, ക്രൂശിലെനിക്കായി മരിച്ചവനേ, നിന്നെ മുഖാമുഖം കാണും വരെ വീഴാതെ എന്നെ നയിച്ചിടണം. കരുണാമയനേ, കരുണാ
മരിച്ചാൽ ജീവിക്കുമേ. അങ്ങേ അനുഗമിച്ചു, അങ്ങേ അനുഗമിച്ചാൽ ഞാൻ മരിച്ചാൽ ജീവിക്കുമേ. മരണത്തെ ജയിച്ചവനേ യേശുവേ, കരുണാമയനേ യേശുവേ, കരുണാമയനേ യേശുവേ, യേശുവേ, കരുണാമയനേ യേശുവേ, കരുണാമയനേ യേശു, യേശുവേ, കരുണാമയനേ യേശുവേ. എന്നാരു വിശ്വാസത്തോടെ ആ നാമത്തെ വിളിക്കും. കരുണാമയനേ. എന്തും ചെയ്യാൻ കഴിയുന്നവനെ നാം ഇന്ന് വിളിക്കുന്നേ. ഓ യേശുവേ, കരുണാമയനേ യേശുവേ, കരുണാമയനേ, കരുണാമയനേ യേശുവേ, കരുണാമയനേ യേശുവേ, കരുണാമയനേ. നിന്നെ അനുഗമിച്ചാൽ ഞാൻ മരിച്ചാൽ ജീവിക്കും.